നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ അങ്ങനെ ഹൈക്കോടതി അംഗീകരിച്ചു. ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തുവെന്നും എന്നാൽ നിരുപാധിക മാപ്പപേക്ഷ നൽകിയ സാഹചര്യത്തിൽ ഈ കേസ് അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇനി ബോബി ചെമ്മണ്ണൂർ വാ തുറക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വിശദീകരിക്കുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ചെയ്തത്. ബോബിക്ക് മുന്നറിയിപ്പ് നൽകിയതായിട്ടും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിരുപാധിക മാപ്പപേക്ഷ അംഗീകരിക്കുന്നത്. മറ്റു തടവുകാരുടെ പ്രശ്നം ഏറ്റെടുക്കുന്നുവെന്നത് പറയുന്നത് കോടതിയെ വെല്ലുവിളിക്കലാണെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോഴാണ് ഇനി അങ്ങനെയൊന്നും പറയില്ലെന്ന് അഭിഭാഷകൻ വിശദീകരിച്ചത്. തീർത്തും നിയമപരമായ ഇടപെടലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നടത്തിയതെന്ന് വ്യക്തം. കോടതിയെ അപമാനിച്ച പ്രതിക്കെതിരെ വൈരാഗ്യ ബുദ്ധിയാൽ ഒന്നും ചെയ്തില്ല. ആ പ്രതിയെ കൊണ്ട് തിരുത്തൽ ഉറപ്പാക്കിക്കുന്നു. കോടതി കൂടും മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ പരസ്യമായി തന്നെ കോടതിയോട് മാപ്പും പറഞ്ഞു. നിയമവ്യവസ്ഥയാണ് രാജ്യത്ത് ഏറ്റവും പ്രധാനമെന്ന സന്ദേശമാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ബോബിക്കെതിരായ നിലപാടിലൂടെ നൽകിയതെന്ന് വ്യക്തം. അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ സുപ്രധാന ഏട് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കോടതിയെ അപമാനിക്കാൻ വേണ്ടിയാണ് ബോബി എല്ലാം ചെയ്തതെന്ന് വ്യക്തമായിരുന്നു. റിലീസ് ഓർഡർ അടക്കം ഇന്നലെ കൃത്യമായി പുറത്തിറങ്ങിയെന്ന് ജസ്റ്റിസ് തിരിച്ചറിഞ്ഞിരുന്നു. നിയമത്തെ വെല്ലുവിളിച്ച് മാധ്യമങ്ങളിൽ താരമാകാനായിരുന്നു ശ്രമം. ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ജാമ്യത്തിൽ ഇറങ്ങുന്നില്ലെന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിലയിരുത്തലെത്തിയത്. ഇതോടെയാണ് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത്. അപ്പോഴും ഒരു പ്രതി നിരുപാധികം മാപ്പ് പറയുമ്പോൾ കടുത്ത നടപടികളിലേക്ക് കോടതി പോയില്ല. എന്നാൽ ഹൈക്കോടതിയുടെ അധികാരം എന്തെന്നും ഹൈക്കോടതിയെ പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ലെന്നും കൂടി പറഞ്ഞു വെക്കുകയായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. എല്ലാ അർത്ഥത്തിലും നീതിന്യായ വ്യവസ്ഥയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. അസാധാരണ ഇടപെടലാണ് ബോബിയെ പാഠം പഠിപ്പിക്കാൻ ഹൈക്കോടതി എടുത്തതും. നേരത്തെ മാധ്യമങ്ങളോടും ബോബി നിലപാടൊക്കെ അറിയിച്ചിരുന്നു. ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞതോടുകൂടി നിലപാട് മാറ്റിയെത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. കോടതിയോട് തനിക്ക് ബഹുമാനം മാത്രമുള്ളതാണെന്ന് ബോബി ചെമ്മണ്ണൂർ കളം മാറ്റി ചവിട്ടി പറയേണ്ടി വന്നു. വിവരമുള്ള ആരും കോടതിയോട് കളിക്കില്ല. മാപ്പ് പറയാൻ തയ്യാറാണെന്നും ബോബി പറഞ്ഞു. ജയിലിൽ നിന്നും റിലീസ് വൈകിയത് ഇന്നലെ ജാമ്യ ഉത്തരവെത്താൻ വൈകിയത് കൊണ്ടാണ്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ബോബി പറയേണ്ടി വന്നു. തമാശയ്ക്കാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന ബോധ്യമുണ്ടായെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. നമ്മൾ കാരണം ആർക്കും വേദനയുണ്ടാകാൻ പാടില്ല. തമാശ രൂപേണയാണ് സാധാരണ സംസാരിക്കാറ്. വളരെ സൂക്ഷിച്ച് ഇനി സംസാരിക്കൂ എന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ജയിലിൽ ജാമ്യം ലഭിച്ചിട്ടും തുക ഇല്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവരുണ്ട്. അവരെ സഹായിക്കാമെന്ന് അറിയിച്ചിരുന്നു. കൊച്ചി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ ലീഗൽ എയ്ഡിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയെ ധിക്കരിച്ചാണ് പുറത്തിറങ്ങാത്തതെന്ന് പറയുന്നത് തെറ്റാണ്. ജാമ്യം നൽകിക്കൊണ്ടുള്ള പേപ്പറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിട്ടില്ലെന്നും ബോബി ചെമ്മണ്ണൂർ വിശദീകരിച്ചു. റിമാൻഡ് തടവുകാർക്ക് വേണ്ടി മനഃപൂർവ്വം ജയിലിൽ തുടർന്നിട്ടില്ല. കോടതി ഉത്തരവ് ഒപ്പിടാൻ എത്തിച്ചത് ഇന്ന് രാവിലെയാണ്. തന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. ഫാൻസിനോട് ജയിലിലേക്ക് വരരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നാൽ ദോഷമായി ബാധിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ബോബി പറയുന്നു. ജയിലിന് പുറത്ത് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ആരൊക്കെയാണെന്നതിൽ വ്യക്തതയില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. നേരത്തെ ഹൈക്കോടതി കടുത്ത വിമർശനമാണ് ബോബിക്കെതിരെ ഉയർത്തിയത്. ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഗൗരവമായെടുത്ത ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു. നന്ദി.